പോവുകയില്ല. ഈ ജന്മസിദ്ധ സ്വഭാവം ഇല്ലാതെയായി മാറുകയില്ല. അല്ലാമ ബദറുദ്ദീൻ ശിബിലി റഹ്മത്തുള്ള അവിടത്തെ പ്രസിദ്ധമായ ഗ്രന്ഥം ആക്കാമുൽ മർജാൻ ഫീ അഹ്കാമിൽ ജാനിൽ പറഞ്ഞിട്ടുണ്ട്. ലഅന്ന അദാവത്തൽ ഇൻസി വൽ ജിന്നി ബിത്വബഇ, മനുഷ്യന്റെയും ജിന്നിന്റെയും ശത്രുത അത് പ്രകൃതിപരമാണ്. വൈൻകാനു മുഅ്മിനീന ഫൽ അദാവത്തു മൗജൂദത്തുൻ, അവർ സത്യവിശ്വാസികളാണെങ്കിലും അവിടെ ശത്രുത നിലനിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് തെളിവ് എന്ത് ചെയ്തിട്ടുണ്ട്? ബദറുദ്ദീൻ ശിബിലി റഹ്മത്തുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ജിന്നുകളുടെയും മനുഷ്യരുടെ ഇടയിലുള്ളതായ ശത്രുത ജന്മസിദ്ധമാണ്. അവര് മുഅ്മിനീങ്ങളായാലും സാലിഹീങ്ങളായാലും അതെന്ത് നീങ്ങി പോവുകയില്ല. അതിന് ഏതെങ്കിലും സാഹചര്യം വന്നാൽ അത് പുറത്തു വരും. ജിന്നുകൾ മനുഷ്യരെ വേട്ടയാടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചില ആൾക്കാർ ചില കിതാബുകളൊക്കെ വായിച്ച് അവർ ഉദ്ദേശിക്കുന്ന ആശയത്തിലേക്ക് അതിനെ വളച്ചൊടിക്കുന്നതൊക്കെ കാണുമ്പോൾ വല്ലാത്ത ചിരിയാണ് വരാറുള്ളത്. അതിനപ്പുറം അതുണ്ടാക്കുന്ന വിശ്വാസത്തിലുണ്ടാക്കുന്ന ഗർത്തം അതാലോചിക്കുമ്പോൾ സങ്കടവും വരാറുണ്ട്. ഹാഫിദ് അബ്ദുസ്സമദ് ബുർഹാനി ഉസ്താദ് ജിന്ന് മഹദറക്കെതിരെ അതിശക്തമായി എതിർത്തു. ഇന്ന് ജിന്ന് മഹദറ എന്നത് 99% തട്ടിപ്പ് കേന്ദ്രങ്ങളാണ്. അവിടെ ജിന്ന് പോയിട്ടൊരു പൂച്ചക്കുട്ടി പോലും ഹാജരാകാറില്ല. അത് ഉൾക്കൊള്ളുന്നതോടൊപ്പം ജിന്ന് മഹദറ എന്നത് തീരെ ശരിയല്ല എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ജിന്നുകളെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ട സൃഷ്ടികളിൽ മറ്റൊരു വിഭാഗമാണ്. ആ വിഭാഗത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുണ്ട്, സ്വാലിഹീങ്ങൾ ഉണ്ട്. ഈ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ മനുഷ്യരെ സഹായിക്കും. ചിലപ്പോൾ മനുഷ്യരിലുള്ള ഔലിയാക്കൾ, ആ ഔലിയാക്കൾ മനുഷ്യരെ സഹായിക്കുന്നത് ജിന്ന് മുഖാന്തരം ആകും. അപ്പോൾ ജിന്ന് മഹദറയില്ല എന്നതും ജിന്നിൻ്റെ സഹായമില്ല എന്നൊക്കെ പറയുന്നത് ശരിയല്ല. ജിന്ന് മഹദറയുണ്ട്, ജിന്നുകൾ ഹാദിറാകും, അവർ സഹായിക്കും. അത് കാണേണ്ടവർ കാണും. അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് ബന്ധം സ്ഥാപിച്ചവർക്ക് ഇതെല്ലാം ദർശിക്കാനും കാണാനും കഴിയും. അവരുടെ സഹായങ്ങളൊക്കെ അനുഭവിക്കാനും സാധിക്കും. ഹാഫിദ് അബ്ദുസ്സമദ് ബുർഹാനി ഉസ്താദ് അവരുമായി ബന്ധം പാടില്ല എന്നതിന് ഒരു തെളിവ് കൊണ്ടുവന്നത് ആക്കാമുൽ മർജാനി ഫീ അഹ്കാമിൽ ജാൻ എന്ന് പറയുന്ന ബദറുദ്ദീൻ ശിബിലി റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബിലാണ്. എന്നിട്ട് പറഞ്ഞ ഇന്ന അദാവത്തൽ ഇൻസി വൽ ജിന്നി, മനുഷ്യൻ്റെയും ജിന്നിൻ്റെയും ശത്രുത ജന്മസിദ്ധമാണ്. അവർ മുഅ്മിനീങ്ങളാണെങ്കിലും മനുഷ്യർക്ക് ഉള്ള ശത്രുത എന്താണ്? ജിന്നിനോട്. അപ്പോൾ മനുഷ്യരുടെയും ജിന്നിൻ്റെയും ശത്രുത ജന്മസിദ്ധമാണ്. അതുകൊണ്ട് അവരെ കൂട്ടുകാരാക്കരുത്, വേണ്ട, അവരെ ഒന്നിനും കൂട്ടുകാരാക്കണ്ട. അവരുടെ സുഹബത്ത് ആത്മീയമാണെങ്കിൽ എന്താണ് പ്രശ്നം? ആത്മീയ മേഖലയിലുള്ള സുഹബത്താണെങ്കിൽ എന്താണ് പ്രശ്നം? അതിനല്ലേ ആത്മസംസ്കരണം വേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കും, മനുഷ്യർ തമ്മിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് പരസ്പരം. രാവിലെ തുറന്നാൽ എന്തെല്ലാം അനാവശ്യങ്ങളാണ് തലയെക്കെട്ടും കെട്ടി പല ഉസ്താദന്മാരും വിളിച്ചു പറയുന്നത്. മശായിഖന്മാരെ സ്നേഹിച്ചതിൻ്റെ പേരിൽ, അവരെ ആദരിക്കുന്നതിൻ്റെ പേരിൽ എന്തെല്ലാം അനാവശ്യങ്ങൾ പറയുന്നവരുണ്ട്. അപ്പോൾ സുഹബത്ത് പാടില്ല എന്ന് പറഞ്ഞാൽ ഔലിയാക്കളുമായി സുഹബത്ത് പാടില്ലെന്നും ഒന്നും അല്ല. ആത്മീയ വഴിയിൽ സുഹബത്ത് പാടില്ല എന്നും അല്ല. ആത്മീയ വഴിയിൽ സുഹബത്ത് പാടുകൊണ്ട് കുഴപ്പം ഇല്ല. ആത്മീയമായ രൂപത്തിൽ അവരുമായി ബന്ധം സ്ഥാപിക്കുന്നതിൽ പ്രശ്നം ഇല്ല. അപ്പോൾ ചില കാര്യങ്ങൾ അത് അപഗ്രഥിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ചില അബദ്ധങ്ങൾ, അത് കാരണം ഉണ്ടാക്കുന്ന ഈമാനിൻ്റെ കുറവുകൾ, അത് പരിഗണിച്ച് വേണം നാം ഒരു വിഷയത്തെ നേരിടേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് വേണ്ടി വന്നാൽ തുടർന്ന ഈ വിഷയം നമുക്ക് ഇൻഷാ അല്ലാഹ് തുടരാം. മഅസ്സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.